ഇന്നത്തെ കാലത്ത് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ ഗൃഹസ്ഥാശ്രമിക്ക് എങ്ങനെ ലഭിക്കും? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ഇല്ലേ? പണ്ട് കാലത്ത് എല്ലാവരും ശ്രോത്രിയന്മാരും ബ്രഹ്മനിഷ്ഠന്മാരും ആയിരുന്നോ? ഇന്നലെയും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുണ്ട്, ഇന്നും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുണ്ട്, നാളെയും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും ഉണ്ടാവും. അതിപ്പോ പണ്ടും അങ്ങനെ തന്നെയല്ലേ? പണ്ടും അങ്ങനെ തന്നെയല്ലേ? അറിയുന്നവനല്ലേ അറിയുള്ളൂ. പണ്ട് വിജ്ഞാനികളായ ഗുരുനാഥന്മാരെ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുമോ ഇയാൾ വിജ്ഞാനിയായ ഗുരുനാഥനാണ്? ഇല്ല, അറിയുന്നവനേ അറിയുള്ളൂ. ഇനി മഹാകള്ളനായിട്ട് തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരു എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നവനെ അക്കാലത്തും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇക്കാലത്തും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാലവും അങ്ങനെ തന്നെ. പിന്നെ ഇക്കാലത്തിന് എന്താ വിശേഷം? എനിക്ക് മനസ്സിലാവണില്ല. ഈ കാലത്തിന് എന്താ വിശേഷം? ചോദ്യം ഇന്നത്തെ കാലത്താണ്. എന്താ ഇന്നത്തെ കാലത്തിന് എന്താ വിശേഷം? ആരെങ്കിലും അവിടെന്ന് പറയാ, പ്രത്യേകിച്ച് 5ാം വിഭാഗത്തിലെ. ഇന്നത്തെ കാലത്തിന് എന്താ വിശേഷം? ഇതുപോലെ തന്നെയല്ലേ പഴയ കാലവും? അല്ല, എന്താ അല്ലായ്മ? അല്ല എന്ന് പറഞ്ഞാൽ എന്താ പഴയ കാലത്തിനും ഇന്നത്തെ കാലത്തിനും വ്യത്യാസം? അന്നത്തെ പ്രതിസന്ധികൾ, ഇന്നത്തെ പ്രതിസന്ധികൾ. ശാസ്ത്രജ്ഞാനം പണ്ടില്ലേ? കുറവെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും അല്ല. ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ എത്ര വൈദിക ജ്ഞാനബോധം, ശാസ്ത്രബോധം ഉണ്ടായിരുന്നോ അതിനേക്കാൾ അധികം ഇന്നുണ്ട്. 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ എത്ര വേദം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നോ അവരുടെ 100 ഇരട്ടി ഇന്നുണ്ട്. പിന്നെന്താ ഇന്നത്തെ കാലത്തൊരു ദോഷം? മനസ്സിലായില്ല. ഇതെല്ലാ കാലവും പറയണതായത് ഇന്നത്തെ കാലം. 500 കൊല്ലം മുമ്പ് പുരന്ദരദാസര് എഴുതിയിട്ടുണ്ട്, സത്യവാന്മാർക്ക് ഇത് നല്ല കാലമല്ല, കള്ളത്തരവും തട്ടിപ്പും ചെയ്യുന്നവർക്കുള്ള കാലമാണിത് എന്ന്. എത്ര കൊല്ലം മുമ്പ്? 500 കൊല്ലം മുമ്പ്. അന്നും തന്നെയാണ് എഴുതിയത്, ഇന്നും അത് തന്നെയാ. പിന്നെന്താ? വെറുതെ പറയാണ്. അത് ക്വാളിറ്റി കുറവൊന്നുമില്ല. അതേ ക്വാളിറ്റി ഉള്ള ഒരു ഇക്കാലത്തും ഉണ്ട്. കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാ മഹാത്മാക്കളെ അളന്നു തൂക്കാൻ നമുക്ക് കഴിയോ? കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊരു കഷ്ടാതി പറയണത്. സർവദർശന നിപുണന്മാർ ഇന്നില്ലേ? ശുദ്ധ സംസ്കൃതത്തിൽ, പ്രൗഢ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന 100 പേര് 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 1000 പേരുണ്ടാവും. ഇതല്ല, എന്താ പറയണത്, ചില പ്രത്യയങ്ങൾ വെച്ച് ഒപ്പിക്കുന്ന പരിപാടിയല്ല. പ്രൗഢ സംസ്കൃതം, വേദത്തിന്റെ ഗഹനതകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ഇന്ന് വളരെ കൂടുതലുണ്ട്. ജ്യോതിഷത്തിൽ പ്രഗത്ഭന്മാർ വരുന്നുണ്ട്, ആയുർവേദത്തിൽ പ്രഗത്ഭന്മാരുണ്ട്, എല്ലാ മേഖലകളിലും. ചില സ്ഥലങ്ങളിൽ ചില ലോപങ്ങൾ ഉണ്ടാവും, അതിന് ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആധിക്യം ഉണ്ടാവും. അതൊരുപോലെയായി ലോകം പോകണം. അതുകൊണ്ട് അന്വേഷിക്കുന്നവൻ എക്കാലവും ലഭിക്കും. ശിഷ്യഗുണം നേടിക്കഴിഞ്ഞാൽ ഉത്തമ ഗുരുവെ ലഭിക്കും. അത് നേടൂല. എന്നിട്ടാണ് സാക്ഷാൽ ശങ്കരാചാര്യരെ കണ്ടാലും നമ്മൾ ചോദിക്കും, ഇക്കാലത്തും ഉണ്ടോ ശരിക്കുള്ള ഗുരുക്കന്മാർ? ചോദിക്കും. നിങ്ങൾ കണ്ടുണ്ടോ ആരെങ്കിലും? ആരോട്? സാക്ഷാൽ ശങ്കരനോട് ചോദിക്കും. ചിന്തിക്കുക. ശങ്കരാചാര്യ കാലം നമുക്കറിയില്ല. ഒരു പക്ഷം അനുസരിച്ച് 1200 ചില്ലാൻ കൊല്ലം, മറ്റൊരു പക്ഷം അനുസരിച്ച് 2400 ചില്ലാൻ കൊല്ലം, എന്തോ ആട്ടെ.
ഏതായാലും ശങ്കരാചാര്യ ഗുരുവെ തേടി കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് നർമ്മദാ തീരത്ത് ഓങ്കാരേശ്വരം വരെ പോയിട്ടല്ലേ മനസ്സിന് യോജിച്ച ഗുരുവെ കിട്ടിയത്. അക്കാലം നിറച്ചും ഗുരുക്കന്മാരായിരുന്നു അവിടെ. ആണെങ്കിൽ അവിടെ എത്തുമായിരുന്നോ ഓങ്കാരേശ്വരത്ത്? ഇല്ല. ചിന്തിക്കുക. ശ്രീകൃഷ്ണൻ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് സ്കൂളിൽ ചേർന്നത്. 1000 കിലോമീറ്റർ. മധുരയിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ് ഉജ്ജയിൻ. സ്കൂളിൽ ചേരാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അക്കാലത്തെല്ലാം വലിയ വിദ്വാന്മാരായിരുന്നോ? വെറുതെ പറയാന്ന്.